ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് എന്നെ ഒരുപാട് നാളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 20 ദിവസത്തോളം വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചപ്പോൾ ഞാൻ വീഡിയോ ഇടും, തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടും, നിങ്ങൾ പേടിക്കണ്ട എന്ന് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് നോക്കാൻ പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കർണാടകയിലേക്ക് എൻ്റെ സ്കൂളിൽ ജോലിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു പെൻഡിങ് വീഡിയോ ഇടാൻ താമസിച്ചു പോയതാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ഇടും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാവിയിൽ ഒരു കാര്യം ചെയ്യും എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം. വെൽക്കം ബാക്ക് ഇംഗ്ലീഷ് ഗുരു യൂട്യൂബ് ചാനൽ. എത്ര എളുപ്പമാണ് ഇംഗ്ലീഷ് ഗുരുവിന്റെ വീഡിയോകൾ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, നിങ്ങളോ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളാണ് ഫ്യൂച്ചർ ടെൻസിൻ്റെ വാക്കുകൾ. ഇവിടെ യൂസ് ചെയ്യുന്നത് വില്ലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഐ, യു, വി, ദേ പ്ലൂറൽ, ഹി, ഷീ, ഇറ്റ് സിംഗുലർ. എന്ത് വരികയാണെങ്കിലും വിൽ ചേർത്തതിന് ശേഷം പ്രസൻറ്റ് വേർബ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻഡ് എന്നാണ്. ഐ വിൽ വെൻഡ് എന്ന് പറയില്ല, ഐ വിൽ ഗോ. ഇവിടെ വില്ല് വന്നതിന് ശേഷം ഒരിക്കലും പാസ്റ്റ് വേർഡ് വരില്ല, പ്രസൻറ്റ് വേർഡ് മാത്രമേ വരും. അതായത് ഒറിജിനൽ ബേസിക് വേർബ്, ബേസിക് ഫോം ഓഫ് ദാറ്റ് വേർബ്. ഒരു വേർബിൻ്റെ ഇപ്പോൾ ഗോ പോവുക എന്ന ആ ഗോ മാത്രമേ വരൂ. ഗോയുടെ ഗോണോ അല്ലെങ്കിൽ വെൻഡോ അതിനെക്കുറിച്ചിട്ടെല്ലാം നമുക്ക് പഠിക്കും. വെൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, അതിനെക്കുറിച്ച് നമുക്ക് ക്ലാസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ബേസിക് ഫോം മാത്രമേ വരൂ, അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഇത് ഐ, യു, വി, ദേ പ്ലൂറൽ, ഇത് വന്നു കഴിഞ്ഞാലും ഇവിടെ വില്ലാണ് വരിക. കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈസിയാണ്. നമുക്ക് ചെറിയ എക്സാമ്പിളിലേക്ക് കിടക്കാം. നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമാണ് ഞാനത് ചെയ്യും. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ വിൽ ഡു ദാറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. ഡു അതിൻ്റെ പാസ്റ്റ് വേർഡ് ഡിഡ് എന്നാണ്. നമ്മൾ ഡിഡ് എന്ന് പറയില്ല, ഐ വിൽ ഡു ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഞാനത് ചെയ്യും. ടീച്ചേഴ്സ് കുട്ടികളെയും കൂട്ടിയിട്ട് നാളെ ഒരു മ്യൂസിയത്തിലേക്ക് ഒരു ടൂർ പോവുകയാണെങ്കിൽ കുട്ടികളോട് തലേ ദിവസം നമ്മൾ പറയും യു വിൽ എക്സ്പ്ലോർ ദ മ്യൂസിയം ടുമോറോ. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നടന്ന് ഒരു ഗവേഷണം നടത്താം, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ സാധിക്കും. നാളെ മ്യൂസിയം, ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതിനാണ് എക്സ്പ്ലോർ. അതെവിടെ ഇൻവെസ്റ്റിഗേഷൻ, അവിടെ നടന്ന് നമ്മൾ ലേൺ ചെയ്യുന്നതിനാണ് എക്സ്പ്ലോർ എന്ന് പറയുക. യു വിൽ എക്സ്പ്ലോർ ദ മ്യൂസിയം ടുമോറോ. നിങ്ങളും ഭാര്യയും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരാൾ, നിങ്ങളുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ അയൽവാസികളോ നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് വി വിൽ ഡിസ്കസ് ദ പ്രോബ്ലം ടുഗദർ. നമ്മൾ ആ പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തോളാം, നമ്മൾ ഒരുമിച്ചിരുന്ന് ആ പ്രോബ്ലത്തെക്കുറിച്ച് ചർച്ച ചെയ്തോളാം. കാരണം പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും, പക്ഷേ മൂന്നാമതൊരാൾ ഇടപഴകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അത് ഡിവോഴ്സിലേക്ക് വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള ഒരുപാട് കേസസുകൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസികമായി ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സും കൂടി ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായി കൗൺസിലിങ്ങിനെ കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ എൻ്റെ നമ്പർ താഴെയുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വി വിൽ ഡിസ്കസ് ദ പ്രോബ്ലം ടുഗദർ. നമ്മൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തോളാം. ഞാനിവിടെ കർണാടകയിൽ വന്നപ്പോൾ ഒരുപാട് പഴയ അമ്പലങ്ങളും പഴയ പള്ളികളൊക്കെ, പഴയ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊക്കെ തകർന്നടിഞ്ഞ് വീണ അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ അമേരിക്കയിലുള്ള ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് വളരെ പഴക്കമുള്ള. അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ ഒരുപാട് പഴക്കമുള്ളതും അവിടെ പുതിയതായിട്ട് നിർമ്മിച്ചതുപോലെ തന്നെ അത്രക്കും നല്ല രീതിയിൽ അത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് കാരണം ദേ വിൽ പ്രിസേർവ് ഓൾഡ് ബിൽഡിങ്സ്. അവർ പ്രിസേർവ് എന്ന് പറഞ്ഞാൽ കാത്ത് സൂക്ഷിക്കുക. അവർ പ്രിസേർവ് ചെയ്യും. ദേ വിൽ പ്രിസേർവ് ഓൾഡ് ബിൽഡിങ്സ്. പഴയതാണെന്ന് വിചാരിച്ചിട്ട് അവർ തുടക്കാതെയും അടിക്കാതെയും അതിനെ പൊടി പിടിച്ചിട്ട് അത് ഇടിഞ്ഞു വീഴുന്ന രീതിയിൽ അവർ അവശേഷിപ്പിക്കില്ല. അവർ അമേരിക്ക പോലുള്ള വെസ്റ്റേൺ കൺട്രീസിൽ അവർ എന്തായാലും പഴയ സാധനങ്ങൾ അതിൻ്റെ പുതുമയോട് കൂടിയിട്ട് അവർ എക്കാലവും നിലനിർത്താൻ അവർ ശ്രമിക്കാറുണ്ട്, അവർ കാത്ത് സൂക്ഷിക്കാറുണ്ട്. രാത്രി നിങ്ങളും മകളും കൂടിയിട്ട് വീടിൻ്റെ ടെറസിൽ നിൽക്കുമ്പോൾ ഒരു വാൽനക്ഷത്രം പോകുന്നത് കാണുന്നു. അപ്പോൾ നിങ്ങൾ പറയുകയാണ് മകളോട് വേഗം അമ്മയെയും പിന്നെ സിസ്റ്ററെയും ഒക്കെ വിളിച്ചു കൊണ്ടുപോവാ, കാരണം ഇറ്റ് വിൽ ഡിസപ്പിയർ സൂൺ. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകും. വാൽനക്ഷത്രം എത്രയും പെട്ടെന്ന് ഒരു സെക്കൻഡുകൾ മാത്രമേ അവശേഷിക്കുള്ളൂ, അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകും. ഇറ്റ് വിൽ
ഡിസപ്പിയർ സൂൺ. ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. നിങ്ങളുടെ മകളുടെ സ്കൂളിൽ ഒരു ചെസ് കോമ്പറ്റീഷൻ, ഒരു ചെസ് മത്സരം നടക്കുന്നു എന്ന് അറിഞ്ഞു. പക്ഷേ നിങ്ങളുടെ മകൾ പേര് കൊടുത്തില്ല, അവരുടെ കൂട്ടുകാർ പേര് കൊടുക്കാത്തത് കാരണം. പക്ഷേ മകൾക്ക് താല്പര്യമുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ രാത്രി നിങ്ങളുടെ കുട്ടിയുടെ സാറിനെ വിളിച്ചിട്ട് നിങ്ങൾ പറയുകയാണ്, ഷീ വിൽ പാർട്ടിസിപ്പേറ്റ്. പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക എന്നാണ് അർത്ഥം. ഷീ വിൽ പാർട്ടിസിപ്പേറ്റ്, അവൾ പങ്കെടുക്കും. ഇൻ ദ കോമ്പറ്റീഷൻ, അവൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. അപ്പോൾ ചെയ്യും എന്ന രീതിയിൽ ഒരു കാര്യം പറയണമെങ്കിൽ ചെയ്യും, കരയും, പറയും, ഓടും, ചാടും, തുള്ളും എന്നൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറയണമെങ്കിൽ വില്ല് ചേർത്തതിന് ശേഷം പ്രസൻറ്റ് വേർഡ് ചേർക്കുക. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കൂടുതൽ എക്സാമ്പിൾസിലേക്ക് ഞാൻ കടന്നിട്ടില്ല, കാരണം നിങ്ങൾക്ക് വളരെ ഈസിയാണ്, എല്ലാവർക്കും പൊതുവെ അറിയുന്ന കാര്യമാണ് വില്ല് ചേർത്താൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയ്യില്ല, ഞാൻ കരയില്ല, പോകില്ല എന്നൊക്കെ എങ്ങനെ പറയാം എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാകുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക, കാര്യങ്ങൾ അറിയിക്കുക. എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും കാര്യങ്ങൾ അറിയിക്കുക. ഞാൻ ഡിലേ വന്നത് കൊണ്ട് ഒന്നുകൂടി മാപ്പ് ചോദിക്കുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നോക്കാൻ വേണ്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് സ്കൂളിൽ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, കുട്ടികൾ ചേരുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് തലവേദന പണിയുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായിട്ട് ഉറക്കം ഒഴിഞ്ഞ് പണിയിലായിരുന്നു. ഇനി തീർച്ചയായിട്ടും കൂടുതൽ ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ ജോലി തിരക്കിനിടയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉള്ളം കയ്യിൽ ഇംഗ്ലീഷിനെ എടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവുക. ബൈ. ഇംഗ്ലീഷ് ഗുരു നിങ്ങൾക്ക് വെറുതെ ഇംഗ്ലീഷ് സെന്റൻസസ് പറഞ്ഞു തരികയല്ല, ഇംഗ്ലീഷിൽ എങ്ങനെ സെന്റൻസസ് ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു തരുന്നു. എത്ര എളുപ്പമാണ് ഇംഗ്ലീഷ് ഗുരുവിന്റെ വീഡിയോകൾ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു, നിങ്ങളോ?